ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 31 32 തിരുലിഖിതങ്ങൾ. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. എൻ്റെയും നിങ്ങളുടെയും ഓരോ മനുഷ്യരുടെയും ജീവിതത്തിലുള്ള സമസ്ത പ്രശ്നത്തിനും പരിഹാരം കൊണ്ടുവരാൻ ശക്തമാണ് ദൈവമായ കർത്താവിൻ്റെ വചനങ്ങൾ. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള എൽസി എന്ന സഹോദരി അതിൻ്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എൻ്റെ അമ്മച്ചിയുടെ പേർക്കാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എൻ്റെ അമ്മച്ചിയുടെ പേര് കൊച്ചു ത്രേസ്യ, ആലപ്പുഴയിൽ താമസിക്കുന്നു. കഴിഞ്ഞ 2011 ഫെബ്രുവരി മാസത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അട്ടപ്പാടി സഹിയോൻ ടീമിൻ്റെ അഭിഷേകാഗ്നി 3 ബൈബിൾ കൺവെൻഷൻ നടന്നപ്പോൾ എൻ്റെ അമ്മയും കുടുംബാംഗങ്ങളും അതിൽ സംബന്ധിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 85 വയസ്സ് പ്രായമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി സ്ഥിരമായി എപ്പോഴും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു എൻ്റെ അമ്മ. ഒരുപാട് ഡോക്ടർമാരെയും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളെയും ആശ്രയിച്ചു. എന്നാൽ ആർക്കും സുഖപ്പെടുത്താൻ പറ്റിയില്ല. ഇത്രയും പഴകിയ രോഗമായതുകൊണ്ടും പ്രായം ഇത്രയും അധികമായിരിക്കുന്നതിനാലും ഇനി ഈ രോഗം സുഖപ്പെടുമെന്ന് ആരും ഉറപ്പ് തരാൻ ധൈര്യപ്പെട്ടില്ല. അങ്ങനെ 10-20 വർഷത്തോളമായി എൻ്റെ അമ്മ ദുരിതം അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2011 ഫെബ്രുവരി മാസത്തിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ അഭിഷേകാഗ്നി 3 ബൈബിൾ കൺവെൻഷൻ നടന്നത്. എൻ്റെ അമ്മ എല്ലാ ദിവസവും അതിൽ പങ്കുചേർന്നു. മുൻനിരയിൽ തന്നെ ഇരുന്ന് ധ്യാനത്തിൽ സംബന്ധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 4-ാം ദിവസം വചനം കേട്ട് കുമ്പസാരം കഴിഞ്ഞ് തൈലാഭിഷേകം കഴിഞ്ഞ് അന്ന് എൻ്റെ അമ്മയുടെ രോഗം അത്ഭുതകരമായി സൗഖ്യപ്പെട്ടു. പിന്നീട് ഇന്ന് വരെ 5-8 മാസമായി ഇന്ന് വരെ ആ രോഗം എൻ്റെ അമ്മയെ അലട്ടിയിട്ടില്ല. ഇന്ന് സുഖമായി എൻ്റെ അമ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 10-20 വർഷമായി സ്ഥിരമായി മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേദനയും ദുഃഖവും ആ ഒരു മനപ്രയാസത്തിലും രോഗത്തിലും വിഷമിച്ചിരുന്ന സഹോദരി ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ശക്തിയാൽ ശരീരത്തിൽ നിന്ന് ആ ഒരു രോഗത്തിൻ്റെ കെട്ട്, ഇത് എപ്പോൾ സുഖപ്പെടും, എങ്ങനെ സുഖപ്പെടും, ഇത് സുഖപ്പെടുമോ, ഇതൊന്നും 10-20 വർഷമായി ട്രീറ്റ് ചെയ്തിട്ട് ഡോക്ടർമാർക്കോ മെഡിക്കൽ സയൻസിനോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കോഴ്സുകൾ കൊടുക്കുന്ന വൈദ്യന്മാർക്കോ പറയാൻ പറ്റിയിരുന്നില്ല. എന്നാൽ ദൈവവചനം 4 ദിവസം അടുപ്പിച്ച് കേട്ടപ്പോൾ ആ ശരീരത്തിൻ്റെ ഘടന തന്നെ മാറി. ആ ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ കാരണത്തിലേക്ക് ദൈവവചനം ഇറങ്ങി അവിടെ ഒരു അത്ഭുത സൗഖ്യം സംഭവിക്കുകയാണ്. റോമാ ലേഖനത്തിൽ 9-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിന് അത്ഭുതകരമായ ഒരു ദൗത്യമുണ്ട്. ദൈവം എന്നെക്കുറിച്ച് എന്ത് ദൗത്യമാണോ ഉദ്ദേശിക്കുന്നത് ആ ദൗത്യമാണ് ദൈവവചനത്തിൻ്റെ ദൗത്യം. ഇത് നമ്മൾ എവിടെയാണ് വായിക്കുന്നത്? യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ 10-ഉം 11-ഉം തിരുലിഖിതങ്ങൾ. വചനം പഠിപ്പിക്കുന്നു, മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അവ അങ്ങോട്ട് മടങ്ങാതെ
ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ കിളിർപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും അത് പ്രദാനം ചെയ്യുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെ. അവ ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അവ എൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയകരമായി പൂർത്തിയാക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായത്തിൽ 10ഉം 11ഉം തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ ദൗത്യം ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യമാണ്. ബൈബിളിൽ പഠിപ്പിക്കുകയാണ്, ഞാൻ ഏൽപ്പിക്കുന്ന ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കും. അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഡ്യൂട്ടി, ദൈവവചനത്തിൻ്റെ ദൗത്യം, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ എൻ്റെ രോഗത്തിന് സൗഖ്യം തരാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എൻ്റെ മേൽ വരുമ്പോൾ ആ വചന ദൗത്യമുണ്ട്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഉദ്ദേശം പൂർത്തിയാക്കുക, സൗഖ്യം പൂർത്തിയാക്കുക. ആ വചനം എൻ്റെ മേൽ വരുമ്പോൾ അത് സൗഖ്യമായി മാറും. എൻ്റെ ജീവിതത്തിൽ കടബാധ്യത ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കടബാധ്യതയിലേക്ക് ദൈവത്തിൻ്റെ വചനം വരുമ്പോൾ ആ കടബാധ്യത നീക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ, ദൈവത്തിൻ്റെ വചനം ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ കടബാധ്യത മാറാനുള്ള എല്ലാ വാതിലുകളും ഈ വചനശക്തിയാൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. മരിച്ചവരെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച ആ അതേ ശക്തി ഈ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഈ ഭൂമി മുഴുവനെയും സൃഷ്ടിച്ച അതേ ശക്തി ഈ വചനത്തിനുണ്ട്. ഈ വചനം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവശക്തനായ ദൈവം അയക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ വചനത്തെ സ്വീകരിച്ചാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കുന്ന ദൗത്യവുമായിട്ടാണ് ആ വചനം വന്നിരിക്കുന്നത്. ആ വചനം സ്വീകരിക്കുന്ന ആ വ്യക്തിയിൽ ദൈവവചനം ആ ദൗത്യം പൂർത്തിയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പഠിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, ഞാൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനത്തെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അങ്ങോട്ട് അംഗീകരിച്ച് കഴിയുമ്പോൾ ഈ വചനം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം എൻ്റെ പഠന മേഖലയിലെ തടസ്സങ്ങൾ മാറ്റി എൻ്റെ ബുദ്ധി തെളിക്കണമെന്നാണെങ്കിൽ ഈ വചനത്തെ ഞാൻ സ്വീകരിക്കുമ്പോൾ ഈ വചനം ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാക്കി തരും. ആ ബുദ്ധിയെ തെളിച്ച് ഞാൻ പഠനത്തിൽ മികവുള്ളവനായി രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അതിനുള്ള എല്ലാ വഴികളും എനിക്കായി ഈ വചനം അങ്ങോട്ട് തുറന്നു തരും. ഒരു ഉത്സാഹം, ഒരു തീഷ്ണത, ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി, അങ്ങനെ എല്ലാ മേഖലകളിലും ഈ വചനം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് എൻ്റെ ജീവിതത്തിന് പാത തുറക്കുന്ന അത്ഭുത സേനയായി ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിന് ചുറ്റും രൂപാന്തരപ്പെടും. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, ഞാൻ കോളേജിൽ പോകുമ്പോൾ, ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ, ഞാൻ റൂമിലിരിക്കുമ്പോൾ, ഞാൻ പുസ്തകം എടുക്കുമ്പോൾ, ഞാൻ ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ടീച്ചർ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ, കൂട്ടുകാരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, പഠനത്തോട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ദൈവത്തിൻ്റെ വചനം ഒരു സൈന്യനിര പോലെ നിന്ന്, ഒരു വലിയ ശക്തിയായി നിന്ന് എനിക്ക് വേണ്ടി വ്യാപരിച്ച് എനിക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം അത് തുറന്നു തരും. ഹല്ലേലൂയ. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അത് പൂർത്തിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കടബാധ്യതയാകട്ടെ, രോഗമാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, പലതരത്തിലുള്ള ശത്രുക്കളുടെ ഉപദ്രവം എന്തു തന്നെ ആകട്ടെ, ആ ഞെരുക്കത്തിലിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വചനത്തെ അയക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വചനത്തെ അയക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ആ വചനം സ്വീകരിച്ചാൽ ആ വചനം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രവർത്തിക്കും. ദൈവദൂതന്മാരെ കർത്താവ് അയക്കുന്നു, ദൈവദൂതന്മാർ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനേക്കാൾ ഉന്നതമായൊരു യാഥാർത്ഥ്യമാണ്, ദൈവം തൻ്റെ വചനത്തെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നു, ഈ വചനം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തൃശ്ശൂർ ജില്ലയിലുള്ള വേലൂരിൽ നിന്ന് ടെസി ആൻ്റണിയാണ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നത്. അച്ഛൻ്റെ അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള എടത്തുരുത്തിയിൽ നടന്നപ്പോൾ ഞങ്ങൾ വേലൂരിൽ നിന്ന് ഒരു ടീം അവിടെ എത്തി ധ്യാനം കൂടി. 5 ദിവസവും കർത്താവായ യേശുവിനെ ആരാധിക്കുകയും അവിടെ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വചനങ്ങളും സ്വീകരിക്കുകയും
ഹൃദയം കൊണ്ട് ദൈവത്തെ അംഗീകരിക്കുകയും ചെയ്തു. എൻ്റെ മകൻ ആൻസൺ ദുബായിൽ വിസിറ്റിംഗ് വിസയിൽ പോയി ജോലി അന്വേഷിച്ചിട്ട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് മടുത്ത് ഒന്നും ലഭിക്കാതെ നിരാശനായി 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നിരിക്കുമ്പോഴാണ് ധ്യാനത്തിൽ കൂടാൻ ഭാഗ്യം ലഭിച്ചത്. ഞങ്ങളെല്ലാവരും 5 ദിവസവും കൂടി യേശുവിൻ്റെ വചനങ്ങളെ സ്വീകരിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ധ്യാനം കഴിഞ്ഞ ഉടനെ തന്നെ പിറ്റേ ആഴ്ച ആൻസന് ഷാർജയിൽ ഏവിയേഷൻ സർവീസിൽ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി പെട്ടെന്ന് ശരിയായി. അവന് ഇത്രയും പെട്ടെന്ന് അത് ലഭിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ദൈവത്തിന് 1000 നന്ദി സ്തുതികളും ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ യേശുവിനെ ആരാധിച്ച് ജീവിക്കാൻ തീരുമാനിച്ച്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ചിന്തിച്ചു നോക്കിയേ, ഈ ആൻസൺ എന്ന് പറയുന്ന ഈ സഹോദരൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഓരോരുത്തരും റെക്കമെൻഡ് ചെയ്യിക്കുന്നു, പേപ്പറുകൾ കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു, ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് അവൻ നിരാശനായി ജോലിയില്ലാതെ തിരിച്ചു വന്ന് അവൻ ഭവനത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ ദേശത്ത് വചനപ്രഘോഷണം നടക്കുന്നത്. മാതാപിതാക്കന്മാരോട് കൂടെ ഈ യുവാവും വചന ശുശ്രൂഷയ്ക്ക് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നു. അവിടെ പ്രഖ്യാപിക്കപ്പെട്ട ഓരോ വചനങ്ങളും, അത് നിത്യജീവനെക്കുറിച്ച്, അത് യേശുവിനെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച്, ഇങ്ങനെയുള്ള വചനങ്ങൾ അവിടെ പ്രഖ്യാപിക്കേണ്ട ഓരോ വചനങ്ങളും അവൻ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ആ വചനം അവൻ്റെ ജീവിതത്തിലേക്ക് അവൻ സ്വീകരിച്ച് അവൻ അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ വചനം എന്തായി മാറി? ഇവൻ്റെ ജീവിതത്തിൽ ഇവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നടപ്പാക്കുന്ന ദൈവത്തിൻ്റെ ഒരു സേനയായി ഈ വചനങ്ങൾ രൂപാന്തരപ്പെട്ടു. അവന് വേണ്ടി അടഞ്ഞിരുന്ന വാതിലുകളെ തുറന്നു. അവന് വേണ്ടി തടസ്സങ്ങളിൽ നിന്ന ശക്തികളെ ഈ വചനം നിർവീര്യമാക്കി. അവന് വേണ്ടി എതിരിരുന്ന എല്ലാ ദുർശക്തികളെ ഈ വചനം അത്ഭുതകരമായി ആട്ടിപ്പായിച്ച് അവന് വേണ്ടി പാതകളെ ഈ വചനം തുറന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ധ്യാനം കഴിഞ്ഞ ഉടനെ പിറ്റേ ആഴ്ച ഇതാ അവന് വേണ്ടി ജോലിക്ക് അവനെ വിളിക്കുകയാണ്. ഇൻ്റർവ്യൂ നടക്കുകയാണ്. പെട്ടെന്ന് അവൻ സെലക്റ്റഡ് ആകുകയാണ്. അവന് വേണ്ടി അടുത്ത വിസ കാര്യങ്ങളെല്ലാം റെഡിയാവുകയാണ്. അവൻ പെട്ടെന്ന് ജോലി കയറുന്നു. ഉയർന്ന ശമ്പളങ്ങൾ, നല്ല ആനുകൂല്യങ്ങൾ, സമാധാനം, താമസം, അക്കമഡേഷൻ, ടിക്കറ്റ്, പിന്നെ ചടുപട എല്ലാം വേഗം റെഡിയാവുകയാണ്. അപ്പം ഇത്രയും കാലം ഇവൻ എന്തായിരുന്നു ബുദ്ധിമുട്ട്? ഇത്രയും കാലം ഇവൻ്റെ ജീവിതത്തിൽ ഇവൻ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ചില തടസ്സങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇവനെക്കുറിച്ച് ജീവിക്കുന്ന ദൈവത്തിന്, അവന് ജീവനും ജീവിതം നൽകിയ ദൈവത്തിന് ഇവനെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇവൻ ജോലിയിൽ കയറണം, ഇവന് നല്ല ശമ്പളം വേണം, ഇവൻ നല്ല സ്ഥിതിയിലിരിക്കണം. ഇത് 35-ാം സങ്കീർത്തനത്തിൽ 27-ാം തിരുലിഖിതത്തിലുണ്ട്. തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ്. അപ്പം ഇവൻ്റെ ശ്രേയസ് ആഗ്രഹിക്കുന്ന, ഇവനെക്കുറിച്ച് നല്ല ശ്രേയസ് ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ചിരുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവന് വേണ്ടി നിറവേറ്റാൻ വേണ്ടി ജീവിക്കുന്ന ദൈവം ഇവന് വേണ്ടി ഉന്നതത്തിൽ നിന്ന് വചനത്തെ അയച്ച്, ആ വചനത്തെ ഇവൻ എന്ന് സ്വീകരിച്ചോ അന്ന് ഇവന് വേണ്ടി ആ വചനം പ്രവർത്തിച്ച് ഇതാ എല്ലാ തടസ്സങ്ങളും മാറി പാതകൾ തുറക്കപ്പെട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഈ ചെറുപ്പക്കാരനെ പോലെ ജോലിയില്ലാത്തവരും പല പ്രശ്നങ്ങളുള്ളവരുമായ അനേകം വ്യക്തികൾ ഉണ്ടായിരുന്നിരിക്കാം. അവരെല്ലാവരും തന്നെ അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. എന്നെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് കുറേ പേർ അനുഗ്രഹം പ്രാപിക്കാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് ദൈവവചനം ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. വചനം കേട്ടു എന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. വചനം കേട്ടു എന്നതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. കേൾക്കുന്ന വചനങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം.
ഹൃദയം കൊണ്ട് അത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യണം. എവിടെയാണോ ആരാണോ വചനത്തെ സ്വീകരിക്കുന്നത്, വചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അവിടെ വചനത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വലിയ ഭാവത്തിൽ ഇരിക്കരുത്. ദൈവവചനത്തിന് മുമ്പിൽ യുക്തിയോടുകൂടി ഇരിക്കരുത്. അങ്ങനെ യുക്തിയോടുകൂടി ചിന്തിച്ച് ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇതിൻ്റെ കെമിസ്ട്രി എന്താ, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ദൈവത്തിൻ്റെ ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ആത്മാവുമായ ഈ വചനം അവിടെ നിലനിൽക്കണം എന്ന് നിർബന്ധമില്ല. ഹല്ലേലൂയ. ആരാണോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ വചനത്തെ ഇരു കരങ്ങളും നീട്ടി ഇത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ വചനം വസിക്കുന്നത്, അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ വചനത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുന്നത്? എബ്രായ 4:12 പഠിപ്പിക്കുകയാണ്, അത് മജ്ജയിലേക്ക് അങ്ങോട്ട് തുളച്ചു കയറും, അത് മാംസത്തിലേക്ക് അങ്ങോട്ട് തുളച്ചു കയറും, സന്ധി ബന്ധങ്ങളിലേക്ക് അങ്ങ് തുളച്ചു കയറും, ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തുളഞ്ഞിറങ്ങും. അത് മജ്ജയിലേക്കും മാംസത്തിലേക്കും ചിന്തയിലേക്കും വിചാരങ്ങളിലേക്കും തുളഞ്ഞിറങ്ങിയിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അന്തർഗതങ്ങളുടെ അടിയിൽ ഒരു നിയോഗം വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും വിവേചിച്ച് മനസ്സിലാക്കും. ഉദാഹരണത്തിന് ഒരാൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ ദുഃഖം എന്താ എന്ന് ഈ വചനം വിവേചിച്ച് മനസ്സിലാക്കും. ഒരമ്മ കുട്ടി എന്തെങ്കിലും കാരണത്താൽ കരയുമ്പം എന്തിനാണ് ആ കുട്ടി കരയണമെന്ന് വിവേചന ശക്തിയുള്ള അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. പാലിനാണോ, അതോ സ്കൂളിൽ പോകാൻ വേണ്ടി മടിയായിട്ടാണോ, അതോ കള്ളക്കരച്ചിലാണോ, അത് രോഗം വയറ്റുവേദന പിടിച്ചിട്ടാണോ, അതൊരമ്മയ്ക്ക് പെട്ടെന്ന് വിവേചിക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നു, ഒരു വിഷാദം, എന്തോ ഒരു നിരാശ, എന്തോ ഒരു സങ്കടം, നമുക്ക് പോലും അറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദുഃഖം, എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ തകർച്ചയുടെ കാരണം, നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ സ്ഥിതിയെങ്കിലും വചനം പഠിപ്പിക്കുകയാണ്, ഞാനും നിങ്ങളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചാൽ ഈ വചനം മജ്ജയിലേക്കും മാംസത്തിലേക്കും തുളഞ്ഞു കയറി ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തുളഞ്ഞിറങ്ങി അതിൻ്റെ കോണിൽ കിടക്കുന്ന പ്രശ്നത്തിൻ്റെ പോലും അടിസ്ഥാന കാരണങ്ങൾ വിവേചിച്ച് അത് മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അതവിടെ പരിഹരിക്കും. അത് പരിഹരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശിക്കാൻ തുടങ്ങും. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് VM മാത്യു, കാഞ്ഞിരപ്പള്ളി രൂപതയിൽ എലിക്കുളം ഇടവകയിൽ. എൻ്റെ സ്ഥലം വിൽക്കാൻ ഇട്ടിട്ട് 25 വർഷമായി. ഒന്നും നടക്കുന്നില്ല. ഞാൻ മടുത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2010 ഡിസംബർ 19-23 വരെ ഭരണങ്ങാനം അൽഫോൻസാമയുടെ ദേവാലയ അങ്കണത്തിൽ ഇതാ വലിയ അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുന്നതായി അറിഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ആ വചനങ്ങളെല്ലാം സ്വീകരിച്ചു. മണ്ണ് വെഞ്ചിരിച്ച് തന്നു, അതും കൊണ്ടുവന്നു. അത് ഭൂമിയിലിടാൻ പറഞ്ഞു, ഞാൻ പറമ്പിലിട്ടു. 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ സ്ഥലവിൽപ്പന നടന്നു. അതിനേക്കാൾ വളരെ സൗകര്യമുള്ളതും നല്ലതുമായ മറ്റൊരു സ്ഥലം ഉടനെ തന്നെ എനിക്ക് കിട്ടി. അവിടെ നല്ലൊരു വാർക്ക വീട് വെച്ച് ഇന്ന് ഞാൻ നന്നായി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി പുതിയ വീട്ടിൽ താമസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, 25 വർഷം ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഒന്ന് വിൽക്കണം, ഈ അവസ്ഥയിൽ നിന്ന് മാറണം, ഒരു വ്യത്യാസം വേണം. ആഗ്രഹിച്ചു, അധ്വാനിച്ചു, ഓടി, പരക്കം പാഞ്ഞു, ഒന്നും നടന്നില്ല. ആ ഒരു വേദന ഉള്ളിൽ കിടപ്പുണ്ട്. പ്രാർത്ഥിച്ച സമയത്ത് അതൊന്നും ഏറ്റു പറയാൻ സാധ്യതയില്ല. അദ്ദേഹം വന്നിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. അവിടെ പ്രഖ്യാപിക്കപ്പെട്ട വചനങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ചും അതെല്ലാം കേട്ട് അതെല്ലാം സ്വീകരിച്ച് അങ്ങനെ വചനം അങ്ങോട്ട് സ്വീകരിച്ച് അദ്ദേഹം അങ്ങോട്ട് പോയി. ഈ വചനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് തുളഞ്ഞിറങ്ങി. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ പോലും ഈ വചനം വിവേചിച്ച് മനസ്സിലാക്കി.
ഈ വചനം ഉള്ളിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കംപ്ലീറ്റ് ഈ ആൻജിയോഗ്രാം നടന്ന സമയത്ത് ആ മെഷീൻ ചെന്ന് നോക്കണ പോലെ ഇതിങ്ങനെ ഉള്ളിലേക്ക് അങ്ങോട്ട് തുളഞ്ഞു കയറി ചെന്ന് നോക്കണ സമയത്ത് കുറേ സ്വകാര്യ ദുഃഖങ്ങൾ കിടക്കണം. അതിലൊരു സ്വകാര്യ ദുഃഖമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്ഥലവിൽപ്പന നടത്താൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല. വലിയ വിഷമം. ഒരു പുതിയ വീട്, ഒരു പുതിയ സ്ഥലം ആഗ്രഹിച്ചിട്ട് നടക്കണില്ല. സാമ്പത്തിക മേലെ തടസ്സം, അടിക്കടി ഇഞ്ചോടിഞ്ച് പ്രശ്നങ്ങൾ. ദൈവത്തിൻ്റെ വചനം ഒരു സൈന്യനിരയായി രൂപാന്തരപ്പെട്ട് ഈ മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം ഈ മനുഷ്യന് വേണ്ടി വചനം നടപ്പാക്കി കൊടുത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥലവിൽപ്പന നടന്ന് പുതിയ സ്ഥലം വാങ്ങാൻ പെട്ടെന്ന് വാതിൽ തുറന്ന് ആ സ്ഥലത്ത് പുതിയ വീട് വെക്കാൻ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങി പുതിയ വാർക്ക വീട് അതിൽ താമസിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ സകല പ്രശ്നത്തെയും മനസ്സിലാക്കാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. നിനക്കൊരു ഉത്തമ സ്നേഹിതനുണ്ടായിരിക്കാം, നിനക്ക് അമ്മയുണ്ട്, അപ്പനുണ്ട്, നിനക്ക് വികാരിച്ചനുണ്ട്, നിനക്ക് ഭരണകർത്താക്കളുണ്ട്, ഉത്തമ സ്നേഹിതന്മാരുണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്, ബൂസം ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്. ഇവരെല്ലാവരും മനസ്സിലാക്കുന്നതിനേക്കാൾ അധികമായി നിൻ്റെ പ്രശ്നത്തെയും നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഓരോ വേദനയെയും വിവേചിച്ച് മനസ്സിലാക്കി അത് പരിഹരിച്ച് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിവുള്ള ഒരു ഉത്തമ സ്നേഹിതനാണ്, ഒരു ഉത്തമ ശക്തിയാണ്, ഒരു ഉത്തമ ദൈവിക ഇടപെടലാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് സർവശക്തമാണ്. ദൈവത്തിൻ്റെ വചനം നിസ്സാരമല്ല, അത് സർവശക്തമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 14 മുതൽ 18 വരെ തിരുലിഖിതങ്ങൾ. സർവത്ര പ്രശാന്ത മൂകത ബാധിച്ചപ്പോൾ, അർദ്ധരാത്രി ആയപ്പോൾ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു. ആ ദേശത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനുള്ള വചനം ആ രാജ്യത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നു. ആ വചനത്തെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുകയാണ്. അത് സർവശക്തമായ വചനമാണ്. അത് സ്വർഗ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് വചനം വരും, നാട്ടിലേക്ക് വചനം വരും. ഈ വചനം വരുന്നത് വെറുതെ അങ്ങോട്ട് ഈ അപ്പുപന്താടി പറന്നു വരുന്നവരല്ല. സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നാണ് വചനം പുറപ്പെടുന്നത്. ഇത് സർവശക്തമായ വചനമാണ്. ഇതിന് നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടാൻ നിയോഗവും അധികാരവും ദൗത്യമുള്ള ഒരു ശക്തിയാണെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. കാരണം ദൈവം ആ ദൗത്യം കൊടുത്ത്, ആ നിയോഗം കൊടുത്ത്, ആ അധികാരം കൊടുത്ത്, അധികാരപത്രം കൊടുത്ത് വചനത്തെ അയച്ചിരിക്കുകയാണ്. അന്നാണ് 147-ാം സങ്കീർത്തനത്തിലെ 15-ാം തിരുലിഖിതം. കർത്താവേ, അവിടുന്ന് കൽപ്പനകൾ അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ഈ വചനത്തെ ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? എൻ്റെ സമസ്ത പ്രശ്നത്തിൻ്റെയും പരിഹാരം കൊണ്ടുവരാൻ ഈ വചനത്തിന് കഴിയും. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് 2 കരങ്ങൾ ഉയർത്തി ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ, ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളിലേക്ക് ഇറങ്ങാൻ, ഈ വചനം എനിക്ക് വേണ്ടി ദൈവം അയക്കുമ്പോൾ സ്വീകരിക്കാൻ തക്കൊണ്ട് ഹൃദയത്തിന് തുറവി കിട്ടാൻ വേണ്ടി വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ പിതാവേ, ഈ സമൂഹത്തിൽ ആരുടെയെങ്കിലും ഹൃദയം ദൈവവചനത്തിന് അടയ്ക്കപ്പെട്ട വിധത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗകന്റെ പുസ്തകം 2-ാം അധ്യായം 26-ാം തിരുലിഖിതം. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ ഇരുകരങ്ങളും കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്വർഗത്തിൻ്റെ ഒരു അഗ്നി അഭിഷേകം വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. സ്വർഗീയമായൊരു സമാധാനം, ഒരു സന്തോഷം, സൗഖ്യം, നിറവ്, ദൈവിക വിടുതലുകൾ
കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി എല്ലാവരും യേശുവിനെ വിളിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ, ഉറക്കെ ഉറക്കെ യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബാധകളും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദുഃഖത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അസമാധാനം വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വഴക്കിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. വഴക്കിൻ്റെ അരൂപികളെ യേശു നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, ഈ മേഖലകളിൽ സാത്താൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളെയും യേശുവിന്റെ നാമത്തിൽ സാത്താന്യ പീഡകളിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവമേ, സന്തോഷമില്ല, സമാധാനമില്ല, ആനന്ദമില്ല, എപ്പോഴും മടുപ്പ്, ക്ഷീണം, നിരാശ, മരിക്കണം ചിന്ത, എല്ലാം നിരാശയുടെ കെട്ടുകൾ, മരണചിന്തകൾ, ആത്മഹത്യ ചിന്തകൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ.